നമസ്കാരം, മഹിമാസ് കുക്കിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിഭേദമന്യേ ഒന്നടങ്കം സെലിബ്രേറ്റ് ചെയ്യും ഓണം. അപ്പോൾ ഓണത്തിന് നമ്മൾ പുത്തൻ കോടിയൊക്കെ ഉടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഓണം സദ്യ ഒരുക്കാറുണ്ട്. അപ്പോൾ സദ്യയിൽ വളരെ പ്രധാനമുള്ളതാണ് പായസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രാവശ്യത്തെ ഓണം ഒന്നുകൂടെ മധുരമുള്ളതാക്കാനും ഒന്നുകൂടെ സ്പെഷ്യലാക്കാനും നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു പായസമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ടോഫി പായസമാണ് നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മിൽക്ക് മെയ്ഡിനെ ടോഫി ആക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ഇപ്പം നെസ്ലെ മിൽക്ക് മെയ്ഡ് നമ്മൾ ഏത് പായസത്തിൽ ഉപയോഗിച്ചാലും ആ പായസത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാവും. മാത്രമല്ല അതിൻ്റെ ടെക്സ്ചർ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് പായസം ഉണ്ടാക്കുമ്പോൾ കിട്ടുക. ആദ്യത്തെ സ്റ്റെപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട് ആദ്യം ടോഫി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ടോഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെയ്യേണ്ടത് പ്രഷർ കുക്കറിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ ചിന്നോടുകൂടെ കണ്ടൻസ് മിൽക്ക് ഇതിനകത്തേക്ക് ഇടുക. എപ്പോഴും ഇങ്ങനെ ടോഫി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടിന്നിൻ്റെ മേലെ ഒരു 1/2 ഇഞ്ചോളം വെള്ളം ഉണ്ടാവണം. ഇത്രയെങ്കിലും വെള്ളം മേലോട്ടുണ്ടാവണം. ഒരിക്കലും ടിൻ എക്സ്പോസ്ഡ് ആയിട്ട് ഇടാൻ പാടില്ല, വെള്ളത്തിന് മേലെ കിടക്കാൻ പാടില്ല. എപ്പോഴും നികക്ക വെള്ളം ഉണ്ടാവും. ഇനി പ്രഷർ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ കുക്ക് ചെയ്യുക. ഒരു വിസിൽ വന്ന ശേഷം തീ കുറച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അപ്പം നെസ്ലെ മിൽക്ക് മെയ്ഡ് ചെറിയ തീയിൽ നമ്മൾ 20 മിനിറ്റോളം കുക്ക് ചെയ്യുമായിരുന്നു. ഇനി ഇത് ഓഫ് ചെയ്യാം. ഈ വെള്ളത്തിൻ്റെ ചൂട് ഫുള്ളായിട്ട് പോകണം, അതുവരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് തലേദിവസം ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പം. മാത്രമല്ല ഇത് പൊട്ടിക്കാതെ, ഈ വൺസ് നമ്മൾ കുക്ക് ചെയ്ത് ടോഫി ആക്കിയ ശേഷം പൊട്ടിക്കാതെ എത്ര നാൾ വേണമെങ്കിലും പുറത്തിരിക്കും. ഇതിനകത്തുള്ള എക്സ്പയറി ഡേറ്റ് വരെ തന്നെ അത് പുറത്തിരിക്കും. പൊട്ടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. വെള്ളത്തിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പോൾ തുറക്കാം. ചൂടെല്ലാം നന്നായിട്ട് പോയി. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ടോഫി, നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കിയ ടോഫി പൊട്ടിച്ച് കാണിക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇപ്പം നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബനാന ടോഫി പായസത്തിന് വേണ്ടിയിട്ട് നമുക്ക് പഴം വേണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന റോബസ്റ്റ പഴമാണ്. ഒരു 1/2 കിലോ റോബസ്റ്റ എടുത്തേക്കുന്നത്. അത് ചെറിയ പഴം ആയതുകൊണ്ട് 5 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 4 എണ്ണം ആയിരിക്കും സാധാരണ കാണാറ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. അതേപോലെ ചെറിയ പീസുകളായിട്ട് ഫുൾ നുറുക്കിയെടുക്കാം. ഇനി ഈ പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളി ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ കരിച്ചെടുക്കാനായിട്ടാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഉരുകാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് വെക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പായസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ് ഈ ബനാന ടോഫി പായസത്തിൻ്റെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നോക്കിയാൽ പഞ്ചസാരയൊക്കെ ഇതുപോലെ പതഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് പഴം ചേർക്കാം. ഈ പഴത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പായസത്തിൽ പഴം കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇതിന്നൊരു തവി പഴം എടുത്ത് മാറ്റി വെക്കുക, റിസർവ് ചെയ്ത് വെക്കുക. പായസം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ലാസ്റ്റ് പായസത്തിലേക്ക് ചേർക്കാം. ഞാനിപ്പം ഈ ഫുള്ളായിട്ട് പഴം ഉടച്ചെടുക്കും. ഈ തവിയുടെ ബാക്ക് വെച്ച് തന്നെ നന്നായിട്ട് ഉടയ്ക്കുക. പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടും. അപ്പം പഴം നന്നായിട്ട് ഉടഞ്ഞു. ഇനി കുറച്ചും കൂടി ഉടയാനുണ്ട്. ബാക്കി നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കിയ ടോഫി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് ബാക്കിയോടെ ഉടഞ്ഞോളൂ. ചേർക്കാം. അപ്പോൾ നമുക്ക് പായസത്തിന് ഈ ടിന്നിൻ്റെ പകുതിയാണ് ടോഫി നമുക്ക് ആവശ്യമുള്ളത്. ചേർക്കാം. ഹാഫ് ടിന്നോളം ടോഫി, നെസ്ലെ മിൽക്ക് മെയ്ഡ് ടോഫി ചേർത്തു. ഇനി ഇതിലേക്ക് പാലൊഴിക്കാറായി. നമുക്ക് വേണ്ടത് 1.5 ലിറ്റർ പാലാണ്. ഇപ്പം ഞാൻ 1 ലിറ്റർ പാല് ചേർത്തു. ഇനി ഇത് തിളയ്ക്കട്ടെ. ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. എപ്പോഴും ചേർക്കുമ്പോൾ പാല് ചേർക്കുമ്പോൾ ഗ്രാജുവലി ചേർക്കുക. നമ്മൾ ചേർത്തേക്കുന്ന ടോഫിയും പഴവുമായിട്ട് നന്നായിട്ട് മിക്സായി വേണം ചേർക്കാൻ. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായ ശേഷം നമുക്ക് അതിനകത്തേക്ക് ചൗരി ചേർക്കാം. ചൗരി എന്ന് പറയുന്നത് ടപ്പിയോക്ക പേൾസ് അല്ലെങ്കിൽ സാഗോ എന്ന് പറയും. അതൊരു 3 ടേബിൾ സ്പൂൺ 1-1.5 മണിക്കൂർ കുതിർത്ത് വെക്കുക, വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിനുശേഷം ചേർക്കാം. ഇതേപോലെ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ചേർക്കാം. പായസത്തിൽ ഇടയ്ക്ക് നമുക്കൊരു കടിക്കാൻ കിട്ടാനായിട്ടാണ് നമ്മൾ സാഗോ ചേർക്കുന്നത്. ഇപ്പം മിൽക്ക് മെയ്ഡിൻ്റെ ധാരാളം റെസിപ്പീസ് നമ്മൾ അവൈലബിൾ ആണ്. മിൽക്ക് മെയ്ഡ് വെച്ച് നമ്മൾ കേക്ക്, ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമുക്ക് ചൗരി നന്നായിട്ട് വേവണം. ആ ഒരു സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ചൗരിയും കുക്കായി. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചൗരി കുക്കാവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണം. പിന്നെ ബാക്കിയുള്ള പാലും ചേർക്കണം. ഇപ്പം നോക്കിയാൽ വലിയ മധുരമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർക്കും. ഞാനൊരു 1/2 ടിൻ നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി 1/2 ലിറ്റർ പാലൂടെ ചേർക്കാനായിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലി ആണ്. 2 കപ്പ് പാലും കൂടെ ചേർക്കാം. പാലും കണ്ടൻസ് മിൽക്കും ചേർത്ത ശേഷം ഒരു തള വന്നു കഴിഞ്ഞാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനൊരു തിക്നെസ് കിട്ടും. അപ്പം നമ്മുടെ പായസം ആവശ്യത്തിന് തിക്നെസ് ആയി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് നെയ്ക്കകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും മൂപ്പിച്ച് വറുത്തിനകത്തിടാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ചൂടായ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ ആമണ്ട്സ് അല്ലെങ്കിൽ ബദാം, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് അണ്ടിപ്പരിപ്പ്, രണ്ടും കൂടെ മൂപ്പിച്ചെടുക്കാം. നട്ട്സും ആമണ്ട്സും മൂപ്പിച്ചതിനകത്തേക്ക് ചേർക്കാം. ഒപ്പം 1 നുള്ള ഉപ്പും കൂടെ, നമ്മുടെ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് 1 നുള്ള ഉപ്പും കൂടെ ചേർക്കാം.
നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കിയ ബനാന ടോഫി പായസം റെഡിയാണ്. നമുക്ക് എന്ത് ക്രീമി ടെക്സ്ചറാണ്. നല്ല ടേസ്റ്റി പായസം കൂടെയാണ്. സെർവിങ് ഗ്ലാസസിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത്തവണത്തെ ഓണം നമ്മുടെ കുടുംബത്തോടും ഫ്രണ്ട്സിനോടും ഒപ്പം നല്ല സ്പെഷ്യൽ മധുരമുള്ളതുമാക്കാൻ നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചുള്ള ഈ ബനാന ടോഫി പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ 100-ൽ പരം റെസിപ്പീസ് മിൽക്ക് മെയ്ഡിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. milkmaid.in എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ ഒരുപാട് റെസിപ്പീസ് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് പായസം, കേക്കുകൾ, അങ്ങനെ ധാരാളം റെസിപ്പീസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.